ശബരിമലയിൽ തീർത്ഥാടകരുടെ എണ്ണത്തിൽ നേരിയ കുറവ് അനുഭവപ്പെട്ടു. 73,000-ലധികം പേരാണ് ഇന്നലെ ദർശനം നടത്തിയത്. രാഹുൽ സുരേഷ് ശബരിമല സന്നിധാനത്തുണ്ട്. രാഹുൽ, യഥാർത്ഥത്തിൽ കഴിഞ്ഞ അതിനു മുന്നേ ഉള്ള 2 ദിവസം വലിയ ഭക്തജന തിരക്കായിരുന്നു. ഈ ആളുകൾ കുറയാൻ കാരണം എന്താണ്? ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. ഇന്നലെ ഉൾപ്പെടെ പ്രവൃത്തി ദിനമായിരുന്നു. അതുകൊണ്ടാണ് തീർത്ഥാടകരുടെ എണ്ണത്തിൽ കാര്യമായ ഒരു കുറവ് വരുത്താൻ കാരണമെന്നാണ് ദേവസ്വം ബോർഡിന്റെ വിലയിരുത്തൽ. SKN സൂചിപ്പിച്ച പോലെ തന്നെ മകരവിളക്ക് തീർത്ഥാടനത്തിനായി നട തുറന്ന ആദ്യ 2 ദിനവും 1,00,000-ന് മുകളിലായിരുന്നു തീർത്ഥാടകരുടെ എണ്ണം. ഇന്നലെ പക്ഷേ അതുണ്ടായില്ല. ഇന്നലെ 73,588 പേർ മാത്രമാണ് ദർശനം നടത്തിയിട്ടുള്ളത്. ഇന്നും ഏതാണ്ട് 80,000-ഓളം തീർത്ഥാടകരെയാണ് സന്നിധാനത്തേക്ക് പ്രതീക്ഷിക്കുന്നതെന്നാണ് ദേവസ്വം ബോർഡ് അധികൃതർ പറയുന്നത്. ഇതുവരെ ഉഷപൂജയ്ക്കായി നട അടച്ചിരിക്കുകയായിരുന്നു. അല്പസമയം മുമ്പാണ് വീണ്ടും നട തുറന്നത്. അതുകൊണ്ട് നേരിയൊരു തിരക്ക്, സാധാരണ ദിവസങ്ങളിൽ ഉണ്ടാകുന്ന ഒരു തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. ശബരി പീഠത്തിനടുത്ത് വരെ തീർത്ഥാടകരുടെ നീണ്ട നിര ഉണ്ട് എന്നാണ് പോലീസ് കൺട്രോൾ റൂമുമായി ബന്ധപ്പെടുമ്പോൾ പറയുന്നത്. ആദ്യ ദിവസവുമായി തിരക്കുമായി ബന്ധപ്പെടുത്തി ഒരു കാര്യം കൂടി പറയാനുള്ളത്, ആദ്യ ദിവസം പ്രത്യേക പാസ്, വനംവകുപ്പ് പ്രത്യേക പാസ് അനുവദിച്ചിരുന്നു. അതുവഴി ഏതാണ്ട് 20,000-ലധികം തീർത്ഥാടകരാണ് വനത്തിലൂടെ സന്നിധാനത്തേക്ക് എത്തിയത്. പക്ഷേ തിരക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ വന്നതോടെ വനം വകുപ്പ് നൽകിയിരുന്ന പാസ് നിർത്തലാക്കി. അതും ഈ തിരക്ക് കുറയാൻ കാരണമായെന്ന വിലയിരുത്തലുണ്ട്. പക്ഷേ അത് പോലീസിന് ഈ തിരക്ക് നിയന്ത്രിക്കുന്നതിൽ ഗുണം ചെയ്യുന്നുണ്ട് താനും. വരും ദിവസങ്ങളിൽ ഇനിയിപ്പോൾ ശനിയും ഞായറൊക്കെയാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് വലിയൊരു തിരക്കാണ് വരും ദിവസങ്ങളിലും സന്നിധാനത്തേക്ക് പ്രതീക്ഷിക്കുന്നത്. അതേസമയം എടുത്തു പറയേണ്ട കാര്യം, ഈ തിരക്ക് വർദ്ധിക്കുമ്പോഴും അപ്പത്തിൻ്റെയും അരവണയും ഒക്കെ ആവശ്യത്തിന് തീർത്ഥാടകർക്ക് ലഭിക്കുന്നുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ദർശനത്തിനായി എത്തുന്ന തീർത്ഥാടകരെല്ലാം, അത് കേരളത്തിൽ നിന്നുള്ളവരാണെങ്കിലും ഇതര സംസ്ഥാനത്ത് നിന്നുള്ളവരാണെങ്കിലും വളരെ സന്തോഷവാനായാണ് തിരികെ പോകുന്നതെന്നും എടുത്തു പറയേണ്ട കാര്യമാണ്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ സമാധാനപരമായി മുന്നോട്ട് പോകുന്നു. അതും ഈ ദേവസ്വം ബോർഡിന്റെ കൃത്യമായ പ്രവർത്തനങ്ങളാണ് അതിനെല്ലാം ഗുണം ചെയ്യുന്നതെന്നാണ് നിലവിലുള്ള വിലയിരുത്തൽ. ഓക്കെ, താങ്ക് യു രാഹുൽ സുരേഷ്.